ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരിക്കടുത്ത് വിലുപുരം ജില്ലയിലുള്ള ഓറോവിൽ എന്ന പ്രശസ്തമായ വേൾഡ് ഫേമസ് പ്രോജക്റ്റിലാണ് നിൽക്കുന്നത്. ഇതൊരു 2750 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന പ്രോജക്റ്റാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി മിറ അൽഫാസ എന്ന് പറഞ്ഞ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് ഉള്ളൊരു വനിതയാണ്. ഇവരുടെ ഫാദർ ഈ തുർക്കിയും പിന്നെ മദർ ഈജിപ്റ്റുമാണ്. പിന്നെ ഒരു ഫ്രാൻസിൽ വന്ന സിറ്റിസൺഷിപ്പായി. അതിനുശേഷം ഇവർ ഹിന്ദുസത്തിൽ അട്രാക്റ്റഡ് ആയി കേട്ടോ. ഹിന്ദുസത്തിൽ അട്രാക്റ്റഡ് ആയ ശേഷം 1920 ഇന്ത്യയിൽ വരികയും നമുക്ക് അറിയാലോ പ്രശസ്ത ആത്മീയാചാര്യനായ ശ്രീ അരബിന്ദോ ഘോഷുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. പോണ്ടിച്ചേരിയിലുള്ള അരബിന്ദോ ആശ്രമം അവരൊരുമിച്ചാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം 1950 ശ്രീ അരബിന്ദോ മരിക്കുകയും അരബിന്ദോ ഘോഷ് മരണപ്പെടുകയും അതിനുശേഷം 1968 ഈ മിറ അൽഫാസ എന്നുള്ള വനിതയിൽ ഇങ്ങനത്തെ ഒരു ആശയം വന്നു. അതായത് മാനുഷ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. ശരിക്കും മാനവിക മൂല്യങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നെഗറ്റിവിറ്റി ഇല്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പോലീസ് സ്റ്റേഷൻ, ഇതൊരു ടൗൺഷിപ്പാണ്. ശരിക്കും ഒരു വില്ലേജായിട്ട് ഡെവലപ്ഡായി. 2780 ഏക്കറാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനുണ്ട് ഗവൺമെൻറ്റിന്. ഈ 1968 ഇത് സ്റ്റാർട്ട് ചെയ്ത മിറ അൽഫാസ 1973 മരണപ്പെടുകയാണ്. പ്രോജക്റ്റിൻ്റെ നടുക്കുള്ള ഒരു മാതൃമന്ദിരമായിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഗ്ലോബ് ഈ സ്പിയറിന് 43.5 മീറ്റർ ഹൈറ്റും 35 മീറ്റർ വ്യാസമുണ്ട് ഡയമീറ്റർ. അതിനുള്ളിലൊരു ക്രിസ്റ്റൽ ബോൾ ഉണ്ട്. ഇതുപോലെ തന്നെ വൈറ്റ് മാർബിളാണ് ഉള്ളിൽ ക്രിസ്റ്റൽ ബോളുണ്ട്. അത് സൂര്യനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സിംബോളൈസ് ചെയ്യുന്നത്. അതായത് സൂര്യനിൽ നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധം ഹയർ ലെവലിലോട്ട് പോകുക. അതായത് നമ്മുടെ മനസ്സിൽ നെഗറ്റിവിറ്റി ഇല്ലാതാക്കി ശുദ്ധീകരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സിംബോളൈസ് ചെയ്ത് ഈ പ്രോജക്റ്റിൻ്റെ നടുവിൽ സ്ഥാപിച്ചാണ് ഈ മാതൃമന്ദിരം എന്ന് പറയുന്നത്. മാതാവായിട്ടാണ് ഈ വനിതയാണല്ലോ അദ്ദേഹം മിറ അൽഫാസ സ്ഥാപിച്ചത്. അപ്പോൾ ആ വനിതയുടെ മഹത്വത്തെ ഉയർത്തിപ്പെട്ടത് മാതൃമന്ദിരം എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ഈ വില്ലേജിൽ ടൗൺഷിപ്പിനകത്ത് പോലീസ് സ്റ്റേഷനോ കോടതിയോ ഒന്നുമില്ല. കാരണം മനുഷ്യൻ അങ്ങനെ ഒരു ശിക്ഷിച്ചിട്ട് അല്ല മനുഷ്യൻ നന്നാവേണ്ടത്. മനുഷ്യനിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി റിഫോർമേഷൻ ഉണ്ടായി മാറണം എന്നുള്ള മൂല്യം ഉയർത്തുകയാണ് ഈ പ്രോജക്റ്റിൻ്റെ തന്നെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനോ കോടതിയോ യാതൊന്നുമില്ല. റെസിഡൻഷ്യൽ ഏരിയ, കൾച്ചറൽ ഏരിയ, ഇൻ്റർനാഷണൽ ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയ, ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് അവിടെ അതാത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ ഒരു റിസർച്ച് കൂടിയിട്ടുണ്ട്. കാരണം ഇതിനെ മാനുഷിക മൂല്യങ്ങൾ, മനുഷ്യൻ്റെ മനസ്സ്, ഇതൊക്കെ കൂടുതൽ പോസിറ്റീവായിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് യൂണിറ്റ് ഉണ്ട്. ഒത്തിരി വിദേശികൾ ഇതിൽ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വിദേശികളാണ് കൂടുതലും ഇതിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. പക്ഷേ ഇപ്പോൾ ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ട്. 1968 ഈ മിറ അൽഫാസ തുടങ്ങി 1973 അവർ മരിച്ചുപോയി കേട്ടോ. അവർക്ക് നല്ല പ്രായം ഉണ്ടായിരുന്നു, 93. അതിനുശേഷം ഇത് 127 രാജ്യങ്ങളിലെ മറ്റ് വിദേശികളും പിന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ബാക്കി ഇത് ഡെവലപ്പ് ചെയ്ത് എടുത്തത്. ഇവിടെ 12 ഗാർഡൻ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതിന് ഓരോ പേരിട്ടിട്ടുണ്ട്. കോൺഷ്യസ്നെസ്, ബോധം, ബ്ലിസ്, അനുഗ്രഹം, ലൈറ്റ്, ലൈഫ്, പവർ, വെൽത്ത്, യൂട്ടിലിറ്റി, പ്രോഗ്രസ്, യൂത്ത്, ഹാർമണി ആൻഡ് പെർഫെക്ഷൻ. എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മുടെ മൈൻഡിൽ പോസിറ്റിവിറ്റി വന്നാൽ തന്നെ നെഗറ്റിവിറ്റി അങ്ങ് ഡിസപ്പിയർ ആവും. നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ വരുന്നതും നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. 1968 ഈ പ്രോജക്റ്റിന് ഫൗണ്ടേഷൻ ഇട്ട സമയത്ത് 124 രാജ്യങ്ങളിലെ വിദേശികൾ ഇവിടെ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഈ മിറ അൽഫാസ എന്ന വനിത എത്രത്തോളം ഉയരത്തിലായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളും ഇൻ്റർവെൻഷൻസും കോൺട്രിബ്യൂഷനൊക്കെ എത്രത്തോളം മഹത്തരമായിരുന്നു എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കും.
വിദേശികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ എത്രത്തോളം മഹത്തരമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ വിസിറ്റ് ചെയ്യുമ്പോഴാണ്. ഈ പ്രൊജക്റ്റ് ഫുള്ളി സോളാർ പവറിലാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ മിറ അൽഫാസി ശ്രീ അരബിന്ദോ ഘോഷിൻ്റെ ഒരു ഫോട്ടോയാണ്.